ഈ തണുപ്പ് കാലമായാൽ രാവിലെ പച്ചക്കറികളൊക്കെ ആയിട്ട് ചേച്ചിമാർ ആൻറ്റിമാരൊക്കെ വരാറുണ്ട്. അപ്പം തണുപ്പ് കാലം ആയതുകൊണ്ട് ഇലവർഗ്ഗങ്ങളാണ് കൂടുതലായിട്ട് അവർ കൊണ്ടുവരുന്നത്. കടലയുടെ ഇല, ഉലുവയുടെ ഇല, പിന്നെ പാലക്ക്, കടുകിൻ്റെ ഇല, അങ്ങനെയുള്ള ഇലകളൊക്കെ ആയിട്ട് അങ്ങനെ ഇന്ന് രാവിലെ കടല ഇലയായിട്ട് വന്ന് കുറച്ച് വാങ്ങിയെടുത്തു. ഇതൊന്ന് ഒരുക്കിയെടുക്കണം. ഇതൊരുക്കിയെടുക്കാൻ കുറേ ബുദ്ധിമുട്ടാണ്. കാരണം അവർ ഇതുപോലെ നുള്ളി എടുത്തോണ്ടാണ് വരുന്നത്. അതിൻ്റെ ചോടൊന്നുമില്ല. അവർ മേളിൽ നില നുള്ളിക്കൊണ്ടാണ് വരുന്നത്. പക്ഷേ ഇതിനി നമുക്കൊന്ന് ഒരുക്കിയെടുക്കണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തൊന്നും കാണത്തില്ല. പക്ഷേ ഇത് നിറയെ പച്ചിലപ്പുഴുവാണ്. ഇതിന് പച്ചിലപ്പുഴുവിനെ ഒന്നാമത് നമുക്ക് കാണത്തില്ല. ഇങ്ങനെ ഇത്രയ്ക്ക് ചെറുതാണ്. അത് സെയിം കളർ, ഇലയുടെ അതേ സെയിം കളറിലാണ് അത് ഇരിക്കുന്നത്. വലുതുമുണ്ട് ചെറുതുമുണ്ട്. ഒത്തിരി വലുതുമുണ്ട്, തീരെ ചെറുതുമുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് നോക്കി പെറുക്കിയില്ല എങ്കിൽ അത് നമുക്ക് കഴിക്കേണ്ടതായിട്ട് വരും. നമ്മൾ അടുക്കളയിൽ നിന്ന് നോക്കിയാൽ ഇതിനകത്ത് പുഴുവൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഞാൻ അതെല്ലാമായിട്ട് മുറ്റത്ത് പോയിരുന്ന് കുറേ സമയമെടുത്ത്, എനിക്ക് തോന്നുന്നു കുറഞ്ഞത് അരമണിക്കൂർ കൂടുതലെടുത്ത് അതെല്ലാം ഒന്ന് നോക്കിയെടുത്ത് പുഴുവിനെ എല്ലാം ഒന്ന് കളഞ്ഞ് കൊണ്ടുവന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തോരൻ വെക്കണം. തോരൻ വെക്കുന്ന പറഞ്ഞാൽ നമ്മൾ തോരൻ വെക്കുന്ന പോലെ തന്നെ. ഇവിടുത്തുകാരാണെങ്കിൽ പുഴുവിനെ ഒന്നും അങ്ങനെ നോക്കത്തൊന്നും ഇല്ലെന്നേ എനിക്ക് തോന്നുന്നത്. അവർ പറയുന്നത് അതിങ്ങനെ കുടഞ്ഞാൽ മതി അതങ്ങ് പോകുന്നു. പക്ഷേ ചില പുഴുക്കൾ അതിങ്ങനെ ചുറ്റിയിരിക്കും. അതൊന്നും അങ്ങനെ പോകത്തൊന്നുമില്ല. നമ്മൾ നോക്കിയാലും സൂക്ഷിച്ച് നോക്കിയെങ്കിൽ മാത്രമേ ചെറിയ പുഴുവിനെ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തുകാർക്ക് അതൊന്നും പ്രശ്നമല്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടല്ലേ, കഴിക്കാനുള്ള മനസ്സൊന്നും തോന്നത്തില്ല. അതുകൊണ്ട് ഒത്തിരി സമയമെടുത്ത് ഇതെല്ലാം നല്ല വൃത്തിയാക്കി എടുത്ത് അതിന് ശേഷം നല്ലവണ്ണം വെള്ളത്തിൽ ഒലച്ച് കഴുകുമ്പോഴെങ്കിലും കുറേയെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോട്ടെന്നും കണ്ട് കുറച്ചൊക്കെ ഒന്ന് ഒലച്ച് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരെണ്ണം പോലും ഇല്ലയെന്ന് എൻ്റെ വിശ്വാസം. ഏതായാലും കുഴപ്പമില്ല, ഞാനിതൊന്ന് നല്ലവണ്ണം തോരൻ വെക്കാം. ഇത് ഈ തണുപ്പ് കാലത്ത് ഏറ്റവും നല്ല ഇലകളിലെ ഒരു ഇലയാണ് ഈ കടലയുടെ ഇല. ഇവിടുത്തുകാർ കൂടുതലായിട്ട് കഴിക്കുന്നതാണ്. കാരണം തണുപ്പ് കാലത്ത് കഴിക്കാൻ പറ്റിയതാണ്. തണുപ്പ് കാലത്ത് നമ്മുടെ ശരീരത്തിന് വേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അന്നേരം ഇവർ പറയുന്നത് ഈ തണുപ്പ് കാലത്ത് ഈ ഇല കഴിച്ചിരിക്കണം, ഇലവർഗ്ഗങ്ങളെല്ലാം കഴിക്കണം, പ്രത്യേകിച്ച് കടലയുടെ ഇല കഴിക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. ഇന്നത്തെ ഈ വീഡിയോ എങ്ങനെയുണ്ടെന്നുള്ളത് കൂടി അഭിപ്രായം അറിയിക്കുക. അതുപോലെ ഇവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളും ചെറിയ കുക്കിംഗ് വീഡിയോ ഒക്കെയുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായം അറിയിക്കുക. അപ്പം ഓക്കേ.